ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ശക്തമായ കരം നമ്മുടെ മേൽ നിറയുവാൻ, ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ കൂടെ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ ബലപ്പെടുത്തുന്ന എല്ലാ ദൈവിക സാന്നിധ്യവും നമ്മുടെ കൂടെ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തമായ കരം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവർ, ഇന്ന് നമ്മൾ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടിയിട്ട് മത്തായി സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം അതിന് 38 മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് അല്പമായിട്ടൊന്ന് ചിന്തിച്ചു പോവുക. നമുക്കറിയാം, യോനാ പ്രവാചകൻ്റെ അടയാളമാണ്. ഒത്തിരി എന്താ പറയുക, കോൺട്രഡിക്ഷനാണ് എന്ന് പറയുന്ന രീതിയിലൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ദൈവവചനമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് ഒന്നും പോകാനല്ല ഉദ്ദേശിക്കുന്നത്. എന്നാൽ അവിടെയുള്ള 1-2 വിഷയങ്ങൾ നമ്മളൊന്ന് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന 1-2 കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ച് ഇന്നത്തെ നമ്മുടെ സമൂഹവും നമ്മുടെ പോക്കും വിശ്വാസ ജീവിതവും വിശുദ്ധിയും എത്രത്തോളമാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് എന്ന് ഉദ്ദേശിക്കുന്നത്. യോനാ പ്രവാചകന്റെ അടയാളം. അപ്പോൾ നിയമജ്ഞരിൽ ഫരിസേയരിൽപ്പെട്ട ചിലരും അവനോട് പറഞ്ഞു, ഗുരു, നിന്നിൽ നിന്നും ഒരു അടയാളം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവൻ മറുപടി പറഞ്ഞു, ദുഷിച്ചതും അവിശ്വസ്തയുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. അതായത് യേശു അനേക അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു. യേശു തൊട്ടവർ സൗഖ്യപ്പെട്ടു, യേശുവിനെ തൊട്ടവരും സൗഖ്യപ്പെട്ടു. രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിനെ പോയി തൊട്ടു, അവൾ സൗഖ്യപ്പെട്ടു. കുഷ്ഠരോഗിയായ മകനെ യേശു പോയി കെട്ടിപ്പിടിച്ചു, അവനും സൗഖ്യപ്പെട്ടു. ഇങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും അനേക തവണ യേശു ക്രിസ്തുവിലൂടെ സംഭവിച്ചു, യേശു ചെയ്തു. ഇങ്ങനെ യേശു ചെയ്തിട്ടും സകല കാര്യങ്ങളും സകല അത്ഭുതങ്ങളും പ്രവർത്തിച്ചിട്ടും അവിടെ വിശ്വസിക്കാതിരിക്കുന്ന ഒരു ജനത. ആ ജനത എന്ത് ചെയ്യാണ്? അവർ വന്നിട്ട് നിയമജ്ഞരും അവിടെ ഉണ്ടായിരുന്ന ഫരിസേയരിൽ ചില ആളുകളും വന്ന് യേശുവിനോട് ചോദിക്കും, നിന്നിൽ നിന്നും ഒരു അടയാളം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ യേശു അതിന് മറുപടി കൊടുക്കുന്നത് വളരെ രസകരമായൊരു മറുപടിയാണ്. നമ്മൾ POC വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വായിക്കുന്നത്, അവൻ മറുപടി പറഞ്ഞു, ദുഷിച്ചതും അവിശ്വസ്തയുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും, കർത്താവ്, ഞങ്ങൾ വേറൊന്നും ചോദിച്ചില്ലല്ലോ, ഒരു അടയാളമല്ലേ ചോദിച്ചോളൂ, ഞങ്ങളതിന് ദുഷിച്ചത് എന്നൊക്കെ പറയുന്ന കാര്യം എന്നാ, അവിശ്വസ്തരാണെന്നൊക്കെ പറയേണ്ട കാര്യം എന്നാ എന്ന് ചോദിക്കും. എന്നാൽ ഇതേ സെയിം സാധനം നമ്മൾ സത്യവേദ പുസ്തകത്തിലാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ നമ്മളവിടെ കുറച്ചുകൂടി ഗൗരവമായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു, യോനാ പ്രവാചകന് അടയാളമല്ലാതെ മറ്റൊരു അടയാളമില്ല. അതായത് നമ്മൾ POC നോക്കുമ്പോൾ കുറച്ച് മയപ്പെടുത്തിയുള്ള വാക്കാ, കുറച്ച് ലഘൂകരിച്ചുള്ള വാക്കാ. അവിശ്വസ്തത അത്രയേ ഉള്ളൂ. വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് അവിശ്വസ്തത, മാന്യമായൊരു ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ അത് തന്നെ സത്യവേദപുസ്തകത്തിൽ പോയി വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ദുഷിച്ചതും വ്യഭിചാരമുള്ളതുമായ, ദോഷവും വ്യഭിചാരവുമുള്ള ജനത, നിങ്ങളാണ് അടയാളം തേടുന്നത്. നമ്മൾ വിചാരിക്കുമ്പോൾ സത്യവേദപുസ്തകത്തിന് മാത്രമാണ് ഈ പ്രശ്നമുള്ളത് എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. ഞാനൊന്ന് പെട്ടെന്നൊന്ന് ഓടിച്ചിട്ട് നോക്കി കഴിയുമ്പം ജനീവ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിലും നമ്മളവിടെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ആൻഡ് ഈവിൾ ആൻഡ് അഡൾട്ടറസ് ജനറേഷൻ എന്ന് തന്നെയാണ് കിടക്കുന്നത്. NLTയിലും അത് തന്നെയാണ് കിടക്കുന്നത്. NETയിൽ മാത്രം NETയിലും അഡൾട്ടറി എന്ന് തന്നെയാണ് കിടക്കുന്നത്. ഈവിൾ ആൻഡ് അഡൾട്ടറി ആണ് കിടക്കുന്നത്. BBA വെർഷനിലും അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. KJVയിൽ KJVയുടെ ട്രാൻസ്ലേഷനാണല്ലോ സത്യവേദപുസ്തകം. ഓക്കെ, അതുപോലെ ആംപ്ലിഫൈഡ് വെർഷനിലും അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെ ഞാൻ നോക്കിയ ഒട്ടനവധി വെർഷനിൽ വളരെ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ അഡൾട്ടറസ് എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ സ്ക്രീൻ ഷെയർ ചെയ്ത ആ ഒരു ഇതിൽ നമുക്ക് കാണാൻ പറ്റും, അഡൾട്ടറസ് എന്ന് തന്നെയാണ് കാണുന്നത്, ദോഷവും വ്യഭിചാരവും ഉള്ള ജനത. അപ്പോൾ കർത്താവ്, ഒരു സാക്ഷ്യമല്ല ഞങ്ങൾ ചോദിച്ചുള്ളൂ, ഞങ്ങൾ കൂടുതലൊന്നും ചോദിച്ചില്ലല്ലോ. ഒരൊറ്റ സാക്ഷ്യം അല്ലെങ്കിൽ ഒരു അടയാളം ചോദിച്ചിട്ട് നീ ഞങ്ങളെ വ്യഭിചാരി എന്നൊക്കെ വിളിക്കുന്നത് അതിത്തിരി കടന്ന കൈയല്ലേ എന്ന് നമുക്ക് തോന്നും. പക്ഷെ കർത്താവ് യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാതെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അഡൾട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായി അവൻ ആരാണ് എന്ന് ചോദിച്ചാൽ അവൻ വ്യഭിചാരിയാണ്. അതായത് ക്രിസ്തുവിനെ, ദൈവത്തെ അല്ലാതെ മറ്റെന്തിനെ പൂജിക്കുന്നോ, മറ്റെന്തിനെ ആരാധിക്കുന്നോ, മറ്റെന്തിനെ ശ്രേഷ്ഠമായി കരുതുന്നോ, മറ്റെന്തിനെ ബഹുമാനിക്കുന്നോ, ദൈവത്തെക്കാൾ അധികമായി മറ്റ് പലതിനും, ആഘോഷങ്ങൾക്കോ മറ്റ് എന്തിന് പ്രാധാന്യം കൊടുക്കുന്നോ, അവനോട് ദൈവം വിളിക്കുന്ന വാക്ക് ഡാ വ്യഭിചാരി, ഡാ ഇനി വന്നേ എന്നാണ് ദൈവം വിളിക്കുന്നത്. അല്ലാതെ മാന്യമായ ദുഷിച്ചതും അവിശ്വസ്തയുമായ എൻ്റെ കുഞ്ഞാടെ എന്നൊന്നല്ല വിളിക്കുന്നത്.
വിളിക്കുന്ന വാക്ക് ഇത് തന്നെയാണ്, യാതൊരു വ്യത്യാസവും. അതായത് കർത്താവിനെ കണ്ടിട്ടും അവൻ്റെ അത്ഭുതം കണ്ടിട്ടും ക്രിസ്ത്യാനി എന്ന ലേബലൊക്കെ ഉണ്ടാവും, നമ്മുടെ പോക്കറ്റിലൊക്കെ ഉണ്ടാവും. ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ കർത്താവിൻ്റെ മകനാണ്, ക്രിസ്തുവിൻ്റെ പൈതലാണ്, ഈ പേരുകൊണ്ട് ക്രിസ്ത്യാനിയാണ്. പക്ഷെ നീ ആരാണ്? നീ വ്യഭിചാരിയാണ്. നിന്റെ നെറ്റിയിലൊരു നാമമുണ്ട്, ഐ ആം എ ക്രിസ്ത്യൻ. പക്ഷെ ആ നാമം ദൈവസന്നിധിയിലില്ല. കാരണം ദൈവസന്നിധിയിൽ ആത്മീയമായി നീ മറ്റു പലതിനും പ്രാധാന്യം കൊടുക്കുന്നു. ദൈവത്തെക്കാൾ അധികമായി നീ വിഗ്രഹത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, ദൈവത്തെക്കാൾ അധികമായി പണത്തിന്, സമ്പത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, ദൈവത്തെക്കാൾ അധികമായി സ്ഥാനമോഹങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നീ അവിടെ പതിയെ ദൈവത്തെ താത്തും. ദൈവത്തെ ഒന്ന് കുറച്ച് നേരത്തേക്ക് കർത്താവ് നീ ഇവിടെ ഇരിക്കട്ടോ, ഞാനൊന്ന് ആ കാര്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരട്ടെ എന്ന് പറയും. അങ്ങനെയാണല്ലോ, അതാണല്ലോ നമ്മുടെ ഒരു പരിപാടി. അപ്പം നമ്മൾ എന്ത് കാര്യത്തിലും മായം ചേർക്കും. സുവിശേഷത്തിൽ മായം ചേർക്കും, ദൈവവചനത്തിൽ മായം ചേർക്കും. എല്ലാം ഒരു നമ്മളിപ്പോൾ ഈ ഞാൻ കഴിഞ്ഞ കുറേ വർഷം മുമ്പ്, എനിക്ക് തോന്നുന്നു 2015 തോന്നുന്നു, POC പാസ്റ്റൽ സെൻട്രൽ, പാസ്റ്റൽ ഓറിയൻറ്റേഷൻ സെൻട്രൽ എറണാകുളം POCയുടെ സെൻട്രൽ വെച്ചൊരു മീറ്റിംഗ് നടക്കുക. അപ്പോൾ ആ മീറ്റിംഗ് നടന്നപ്പോൾ യുവാക്കളാണ് അതിനകത്ത് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. മീറ്റിംഗ് ഇതാണ്: ക്രിസ്തീയ സഭയിൽ കയറിക്കൂടുന്ന അന്യാചാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. വാട്സപ്പൊക്കെ ആ സമയത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ, വാട്സപ്പ് വന്നിട്ടാണ് ആ സമയത്താണ് ഇത് വരുന്നത്. അപ്പോൾ ഒത്തിരി ചർച്ചകൾ വന്നു. പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസികൾ തമ്മിൽ വിശ്വാസപരമായ കാര്യങ്ങൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് പലതും ഇടർച്ചയായി. അപ്പോൾ അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരൊന്ന് ഒരുമിപ്പിക്കുക, അല്ലെങ്കിൽ അവരൊന്ന് അനുനയിപ്പിക്കുക എന്ന രീതിയായിരുന്നു അവിടെ കടന്നുകൂടിയ ഉദ്ദേശം. പക്ഷേ വന്നതെല്ലാം പുലികളും പുപ്പുലികളുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ പിതാക്കന്മാരും, എനിക്ക് തോന്നുന്നു, ഞാൻ പേര് പറയുന്നില്ല, ഓക്കെ, പല പിതാക്കന്മാരും ഇന്ന് പിതാക്കന്മാരാണ് അവരൊക്കെ. അങ്ങനെയുള്ള നല്ല പുരോഹിതരും നല്ല തിയോളജിക്കൽ നല്ല സ്റ്റാൻഡുള്ള ആളുകളൊക്കെ ആയിരുന്നു അവിടെ കൂടിയിരുന്നത്. പക്ഷേ വിശ്വാസികളുടെ ചോദ്യത്തിന് പലർക്കും ഉത്തരം കൊടുക്കാൻ പറ്റാണ്ടേ. അതായത് വിശ്വാസികളായ സാധാ ആളുകളാണ് അവിടെ ഇരുന്നത്. അവിടെ ഉണ്ടായിരുന്നവരോ അതിൽ ശ്രേഷ്ഠന്മാരായ ആളുകളാണ് മറുപടി കൊടുക്കുന്നത്. പക്ഷേ അവരോട് പോലും കൃത്യമായ ആത്മീയ കാര്യങ്ങൾ വെച്ചിട്ട് ചോദ്യം ചോദിച്ചു. ദൈവവചനം വെച്ചിട്ട്, ബൈബിൾ എടുത്തു വെച്ചിട്ടാണ് ചോദ്യം ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ പല കാര്യത്തിനും അവർക്ക് മറുപടി പറയാൻ പറ്റിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അവർ ചെയ്തൊരു വളരെ രസകരമായൊരു മറുപടി എന്നോട് പറഞ്ഞൊരു മറുപടി എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഞാനൊരു ചോദ്യം ചോദിച്ചപ്പം നമ്മളോട് പറഞ്ഞൊരു മറുപടിയാണ്: നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്, ഭാരത മണ്ണിലാണ്, നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ്, ഇവിടെ നാനാജാതി മതസ്ഥരുണ്ട്. അപ്പം ഇവിടെ നമുക്ക് അങ്ങനെ പ്രഘോഷിക്കാൻ പറ്റത്തില്ല, ഇവിടെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പുരോഹിതനോട് അന്ന് പറഞ്ഞൊരു മറുപടി ഇതാണ്: ഞാൻ ജീവിക്കുന്നത്, ഓക്കെ, അച്ഛൻ ജീവിക്കുന്നത് ഭാരത മണ്ണിലാണ്, പക്ഷെ ഞാൻ ജീവിക്കുന്നത് കർത്താവിൻ്റെ മണ്ണിലാണ്, ക്രിസ്തുവിൻ്റെ ഭൂമിയിലാണ്. ഈ ബോധ്യം എനിക്കുണ്ട്. അച്ഛൻ എന്ത് ബോധ്യമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഒറ്റ വാക്കുകൊണ്ട് മറുപടി കൊടുത്ത് ഞാനത് അവസാനിപ്പിച്ചു. പക്ഷെ എനിക്കന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞങ്ങൾ അത്രയധികം ജനങ്ങൾ, എനിക്ക് തോന്നുന്നു 100-500 പേരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും നമുക്കറിയാലോ, കാക്കക്കുട്ടി കല്ലിട്ട പോലെ ആയിരിക്കും. ആത്മീയത ആവേശമായി മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ശബ്ദമൊക്കെ ഉയരും. പക്ഷെ ഏത് രീതിയിലും സംസാരിച്ചിട്ടും അവിടെ ഇരുന്ന ഡൈസിലിരുന്ന പുരോഹിതരുടെയോ ഒരാളുടെ പോലും ശബ്ദം ഒരിക്കലും ഇടറുകയോ ഒരു മോശപ്പെട്ട വാക്ക് പറയുകയോ, വളരെ സ്നേഹത്തോടെ മോനെ, കുഞ്ഞെ എന്നൊക്കെ വിളിച്ചിട്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് എന്നെ ഒത്തിരി ആകർഷിച്ചൊരു കാര്യമായിരുന്നു. അവരുടെ ട്രെയിനിങ്ങിൻ്റെ ആണെന്ന് തോന്നുന്നു. എന്ത് തന്നെ ആകട്ടെ, നമ്മുടെ അച്ഛന്മാരെ സംബന്ധിച്ച് എനിക്ക് അന്ന് ഭയങ്കര ബഹുമാനം തോന്നിയൊരു കാര്യമായിരുന്നു അന്ന്. പക്ഷേ പലർക്കും നമ്മളായിരിക്കുന്ന ദേശത്ത് സുവിശേഷം പ്രഘോഷിക്കാൻ ധൈര്യമില്ലാതെ വരുന്നു, അല്ലെങ്കിൽ സുവിശേഷത്തിൽ മായം കലർത്തേണ്ട, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ട പോലെ കർത്താവ് പറഞ്ഞതുപോലെ, അതായത് എന്ത് കണ്ടിട്ടും ആത്മീയ കാര്യങ്ങളിൽ ഇവർക്ക് വിശ്വാസം എത്രത്തോളം കുറഞ്ഞു വരുന്നോ എന്നൊരു സംശയം എനിക്ക് അവിടെ തോന്നി. നമ്മൾ മത്തായി സുവിശേഷത്തിൽ അടുത്ത വാക്യം വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നതാണ്, യേശു പറഞ്ഞു, യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നിങ്ങൾക്ക് നൽകപ്പെടത്തില്ല. എന്നിട്ട് 3 രാവും 3 പകലും ആ കഥയൊക്കെ പറഞ്ഞിട്ട് 41-ാമത്തെ വാക്യം എന്നെ ഒന്ന് പതിയൊന്ന് ഇരുത്തി ചിന്തിപ്പിച്ചു. നിനവേ നിവാസികൾ വിധി ദിവസം ഈ തലമുറയോടൊത്ത് എഴുന്നേറ്റ് ഇതിനെ കുറ്റം വിധിക്കും. എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ അനുതപിച്ചു. ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ. എൻ്റെ സംശയം ഇവിടെ ജ്വലിച്ചത്. കാരണം
യോന വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല. യോന എന്ത് ചെയ്തേ? യോന മൊത്തത്തിലൂടെ ആയിപ്പായിരുന്നു. ഞാൻ ആ വാക്ക് പ്രയോഗിക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം, നാടൻ വേർഡ് യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നിലവിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ താർശീഷിലേക്ക് പോയവനാണ് യോന. അല്ലാതെ നേരെ നിലവിലേക്കൊന്നും പോയില്ല. ഒന്ന് വളഞ്ഞ വഴി കൂടെ പുള്ളി പോയത്. കടലാമ വിഴുങ്ങി പുറത്തേക്ക് തുപ്പി എന്നിട്ടൊക്കെയാണ് പുള്ളി പോയി അവിടെ സുവിശേഷം പ്രസംഗിച്ചത്. അങ്ങനെ പ്രസംഗിച്ചപ്പോൾ അവിടെ ജനം മാനസാന്തരപ്പെട്ടു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പക്ഷെ യേശു എന്നിട്ട് വന്നിട്ട് പറയുകയാണ്, ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ. ഞാൻ യോനായേക്കാൾ വലിയവനാണ് എന്ന് പറയാൻ യോന അത്ര വലിയ അത്ഭുതമൊന്നും ചെയ്തിട്ടില്ല. യോന വലിയ അടയാളമൊന്നും പ്രവർത്തിച്ചിട്ടില്ല. യോന ആകാശത്ത് നിന്ന് അഗ്നിയൊന്നും ഇറക്കിയിട്ടൊന്നുമില്ല. വലിയ കാര്യമൊന്നും യോന ചെയ്തിട്ടില്ല. യോന ആകെ കുറച്ച് ദിവസം സുവിശേഷം പ്രസംഗിച്ചു. ദൈവം പറഞ്ഞത് എന്താണോ അത് അങ്ങനെ തന്നെ പ്രവചിച്ചു, പ്രസംഗിച്ചു. അത് പ്രസംഗിച്ച് ജനം അനുതപിച്ചു, മാനസാന്തരപ്പെട്ടു. ഇത്രയേ ഉള്ളൂ. പക്ഷെ കർത്താവ് പറയാം, ഞാൻ യോനായേക്കാൾ, യേശു ദൈവം സർവശക്തനായ ഭൂമിയുടെ സൃഷ്ടാവായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ യോനായേക്കാൾ വലിയവനാണെന്ന്. അപ്പം എനിക്കവിടെ സംശയം തട്ടേണ്ട കാരണം അതാണ്. ഞാൻ എസക്കേലിനേക്കാൾ വലിയവൻ, ഞാൻ ദാനിയേക്കാൾ വലിയവൻ, ഞാൻ മോശയേക്കാൾ വലിയവൻ. ഓക്കെ, മോശ ചെങ്കടലിനെ പിളർത്തി ആകാശത്ത് നിന്ന് മന്ന കൊടുത്തു എന്ന് വേണ്ട അനേക അത്ഭുതം പ്രവർത്തിച്ച വ്യക്തിയാണ് മോശ. ഞാൻ ഏശയായേക്കാൾ അല്ലെങ്കിൽ ഏലിയായേക്കാൾ വലിയവൻ, ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കിയവനാണ് ഏലിയ. കൃത്യമായ പ്രവചനങ്ങൾ, ഏശയ യേശുക്രിസ്തുവിനെ കുറിച്ച് ശക്തമായ പ്രവചനങ്ങൾ. ഇതൊന്നും പറയാതെ അവിടെ ഉണ്ടായിരുന്നൊരു ബേസിക് പ്രൊഫറ്റിനെ എടുത്ത്, നമ്മൾ ഈ പ്രൊഫറ്റിൻ്റെ ഓർഡേഴ്സ് പഠിക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഫറ്റ്സ് ഉണ്ട്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഫറ്റ്സിലാണ് ഏശയൊക്കെ പെടുന്നത്. ഈ യോന പോലുള്ള പ്രവാചകന്മാർ ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് കാറ്റഗറിയാണ്. ആ ഒരു കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അത്ര വലിയ കാര്യങ്ങളൊന്നും ചെയ്തതായിട്ട് നമുക്ക് ദൈവവചനത്തിൽ കാണുന്നില്ല. അപ്പം ഞാൻ യോനായേക്കാൾ വലിയവൻ എന്ന് യേശു പറഞ്ഞത് എന്തുകൊണ്ട്? അപ്പം ഞാൻ വീണ്ടും താഴോട്ട് ഒന്നുകൂടി വായിച്ചു. ഇനി ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകൂടി വായിക്കണമല്ലോ. അപ്പോൾ താഴോട്ട് വായിച്ചപ്പോൾ, ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവസത്തിൽ ഈ തലമുറയോടൊത്ത് ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. അപ്പം രണ്ട് പേരെ ഒരേ കാറ്റഗറിയിൽ നിർത്തിയേക്കാം. ഒന്ന് ദക്ഷിണദേശത്തെ രാജ്ഞി, രണ്ട് നിനവേ നിവാസികൾ. ദക്ഷിണദേശത്തെ രാജ്ഞിയും നിനവേ നിവാസികളും രണ്ടുപേരും ഒരു കാറ്റഗറിയിൽ പെടുകയാണ്. ഇവർ രണ്ടുപേരുടെയും കാറ്റഗറി ഒരേ കാറ്റഗറിയാണ്. ദൈവിക ജ്ഞാനം തിരിച്ചറിഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെട്ടവരാണ് ഇവർ രണ്ടുപേരും. നിനവേ രാജ്യത്ത് എന്ന് ആര് പ്രസംഗിച്ചു? യോന പ്രസംഗിച്ചു. ചാക്കുടുത്ത് ചാരം പൂശി അവർ അനുതപിച്ചു. പാപം പാപമാണെന്ന് അംഗീകരിച്ചു. തെറ്റ് തെറ്റാണെന്ന് സ്വീകരിച്ച് ഏറ്റെടുത്ത് താൻ പാപിയാണ് എന്ന് ദൈവസന്നിധിയിൽ മാപ്പപേക്ഷിച്ചു, പ്രാർത്ഥിച്ചു, അനുതപിച്ചു. ഇതാണ് നിനവേ നിവാസികളുടെ ക്വാളിറ്റി. ഇനി ദക്ഷിണദേശത്തെ രാജ്ഞി നോക്കുക. ആ രാജ്ഞിയെ വെച്ചാലും ഇതേ കാര്യം തന്നെയാണ് നമുക്കവിടെ കാണാൻ പറ്റുക. അവൾ സോളമന്റെ അടുത്ത് ചെന്നു. സോളമന്റെ ജ്ഞാനത്തിൽ നിന്നും അവൾ കേട്ടു, കാര്യങ്ങളെ മനസ്സിലാക്കി. ആ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവളും അനുതപിച്ചു. അതെങ്ങനെയാ ബ്രദറെ ഈ രാജ്ഞി അനുതപിച്ചത് എപ്പോഴായിരുന്നു? നമുക്കതോടെ ബൈബിളിൽ കിട്ടുക. അങ്ങനൊരു ഡൗട്ട് ചിലപ്പോൾ നമുക്ക് തോന്നാം. എന്നാൽ നമുക്ക് ആ അടുത്ത വാക്യം ഒന്ന് വായിക്കാം. അതായത് ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവസം ഈ തലമുറയോടൊത്ത് ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. അവർ ഉയർപ്പിക്കപ്പെടുകയും കുറ്റം വിധിക്കുകയും ചെയ്യണമെങ്കിൽ അതിൽ തന്നെ കർത്താവ് യേശു മിശിഹാ അവരെ അംഗീകരിച്ചു എന്നാണ്. അവരെ അസൈൻ ചെയ്തു. അവരെ എന്ത് ചെയ്തു? അവർ എൻ്റെ മകളാണ്, എൻ്റെ മകനാണെന്ന് കർത്താവ് സൈൻ ചെയ്തു വെച്ചിരിക്കുക. ഇനി അടുത്ത വാക്യം കൂടെ ശ്രദ്ധിച്ചോ. സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നും വന്നെത്തി. ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. അപ്പോഴും എനിക്ക് കൺഫ്യൂഷനായി. ഈ സോളമൻ എന്ത് അത്ഭുതത്തെ ചെയ്തേ? സോളമനേക്കാൾ വലിയവനാണ് കർത്താവ് യേശു മിശിഹാ എന്ന് പറയണമെങ്കിൽ സോളമൻ എന്ത് അത്ഭുതം ചെയ്തേ? നമുക്കിപ്പം ഒരു കമ്പാരിസൺ വെക്കുമ്പോൾ നമുക്ക് ഇപ്പം ഞാൻ എന്നെക്കുറിച്ച് ഒരു കമ്പാരിസൺ വെക്കുകയാണ്. ഞാൻ തെറ്റിദ്ധരിക്കരുതേ, പെട്ടെന്ന് തോന്നിയ സാധനം പറയുന്നതുള്ളൂ. ഞാൻ ശിബുബ്രദറിനേക്കാൾ വലിയവനെന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പോൾ തന്നെ പുച്ഛിക്കും, ഒന്ന് പോടറക്കാന്ന് പറയും, അല്ലേ? അത്രയല്ലേ ഉള്ളൂ. ബ്രദറിൻ്റെ ആത്മാവിൽ കർത്താവ് പറഞ്ഞ പ്രവചനങ്ങളിൽ നീ എന്താ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നിനക്ക് എന്ത് അറിയാം, ദൈവാത്മാവ് നിന്നോട് എന്താ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് നമ്മുടെ ആളുകൾ പെട്ടെന്ന് ചോദിക്കും. സ്വാഭാവികമായിട്ടും ഒറ്റയടിക്ക് ചോദിക്കും, എനിക്ക് നന്നായിട്ട് അറിയാതെ. അപ്പോൾ ഈ കമ്പാരിസൺ നടത്തുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം
ഇത്രയേ ഉള്ളൂ. ഇനി ഞാനത് പറയണമെങ്കിൽ അതിനേക്കാൾ വലിയവനായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു കമ്പാരിസൺ ഓക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ സോളമനേക്കാൾ വലിയവനാണ് ഞാനെന്ന് യേശു പറയുമ്പോൾ, യേശു തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ എന്ത് കാര്യത്തിലാണ് സോളമനേക്കാൾ വലിയവൻ? ഈ ഒരു ചോദ്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. അതാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചാലാണ് നമുക്ക് ആ ആശയം നമുക്ക് പിടികിട്ടത്തുള്ളൂ. 1 രാജാക്കന്മാർ അതിൻ്റെ 3-ാം അധ്യായം 5-ാം വാക്യം. അവിടെ വെച്ച് രാത്രി കർത്താവ് സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദൈവം അവനോട് അരുളി ചെയ്തു, നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞോളുക. ഈ വിഷയം നമുക്കൊക്കെ പരിചയമുള്ള കാര്യമാണ്. 1 രാജാക്കന്മാർ 3:5 നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് ദൈവം സോളമന് പ്രത്യക്ഷപ്പെടുകയാണ്. പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവം ചോദിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് എന്താ ആവശ്യം? എന്താണ് നിനക്ക് ഞാൻ ചെയ്തു തരേണ്ടത്? എന്ത് വേണമെന്ന് പറഞ്ഞുകൊള്ളുക. സോളമൻ്റെ ആരാധനയിലും ദൈവത്തോടുള്ള അവൻ്റെ വിശ്വസ്തതയിലൊക്കെ ദൈവത്തിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ട് ദൈവം അവനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടേ? ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഞാനാണെങ്കിൽ അപ്പം തന്നെ പറഞ്ഞേനെ, കർത്താവേ, ഒരു 150 കോടി രൂപ, ഒരു 100 ഏക്കർ സ്ഥലം, പിന്നെ അജീവനാന്തകാലം എൻ്റെ ഒരു 100 തലമുറയ്ക്ക് ജീവിക്കാനുള്ള സ്വത്ത്. ഇങ്ങനെ കുറച്ച് കാര്യം നമ്മളങ്ങനെയാണല്ലോ, പെട്ടെന്ന് ഉണ്ടാകുന്ന സാധനങ്ങളായിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ അപ്രത്യക്ഷനാകാനുള്ള കഴിവ്, അതാകുമ്പോൾ കുറച്ച് എളുപ്പമായി. അപ്രത്യക്ഷനാകുക, ബാങ്കിൽ പോവുക, അടിച്ചു മാറ്റുക, സ്വന്തമായിട്ട് കൊടുത്തു വയ്ക്കുക, ആവശ്യമുള്ളപ്പോൾ പോയി എടുക്കാലോ. ഇനി ഇതെങ്ങനെ യൂട്യൂബിലിട്ടാൽ നമ്മളിനി കള്ളനാണെന്നുള്ള കമൻ്റ് അടിക്കും. വേണ്ട, അത്രയൊക്കെ ഉദാഹരണം മതി. നിങ്ങളത് ആലോചിച്ച് നോക്കുക. സോളമൻ അവിടെ എടുക്കുന്ന ഒരു എഫേർട്ട്, അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധി വളരെ വളരെ പെർഫെക്റ്റ്ലിയാണ്. അതുകൊണ്ടാണ് കർത്താവ് അവിടെ സോളമനോട് ഭയങ്കര സ്നേഹത്തിൽ. 7-ാമത്തെ വാക്യം, എൻ്റെ ദൈവമായ കർത്താവെ, ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസനെ എൻ്റെ പിതാവായ ദാവീദിൻ്റെ സ്ഥാനത്ത് രാജാവാക്കിയിരിക്കുന്നു. അങ്ങ് തെരഞ്ഞെടുത്തതും സംഖ്യാതീതവുമായ ഒരു മഹാജനത്തിൻ്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. സോളമൻ്റെ പ്രാർത്ഥന ഭയങ്കര പെർഫെക്റ്റാണ്. അതായത് ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ നേതാക്കന്മാർക്ക് വേണ്ടി, നമ്മുടെ പുരോഹിതന്മാർക്ക് വേണ്ടി, നമ്മുടെ ബിഷപ്പന്മാർക്ക് വേണ്ടി, നമ്മുടെ ശ്രേഷ്ഠന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട? ഈ പ്രാർത്ഥന, ഈ മഹാജനത്തെ ഭരിക്കുവാൻ ആർക്ക് കഴിയും? മനുഷ്യന് അസാധ്യമാണ്, നടക്കത്തില്ല. ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോകുന്ന വിവേകം ഈ ദാസർക്ക് നൽകണമേ. ഈ പുരോഹിതർക്ക്, ഈ ശുശ്രൂഷകർക്ക്, ഈ ദൈവദാസന്മാർക്ക്, ഈ കർത്താവിൻ്റെ പുരോഹിതർക്ക്, അത് മാർപ്പാപ്പയ്ക്കാകട്ടെ, ഏത് താഴെയുള്ള ഏത് വിശ്വാസിക്കും, എല്ലാവർക്കും, ഏത് ശ്രേഷ്ഠന്മാർക്കും മൂപ്പന്മാർക്കും ഡീക്കന്മാർക്കും എല്ലാം നൽകണമെന്ന് നമ്മളാണ് പ്രാർത്ഥിക്കേണ്ടത്. അവരും പ്രാർത്ഥിക്കണം, നമ്മളും പ്രാർത്ഥിക്കണം. കാരണം ഇതില്ലാതെ പോയത് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് വിവേകമില്ല, ജ്ഞാനമില്ല, ജ്ഞാനം സൂക്ഷിക്കാൻ കഴിവില്ല, അല്ലെങ്കിൽ ജ്ഞാനം അതരത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്നില്ല. ജ്ഞാനം തേടി നമ്മൾ എവിടെ പോകും? എവിടെയാ പോകണ്ടേ? കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ സോളമൻ ഒരു കാര്യം മനസ്സിലായി, ഞാൻ അയോഗ്യനാ, ഞാൻ പാപിയാ, ഞാൻ ബാലനാ, എനിക്ക് യോഗ്യതയുണ്ടായിട്ടൊന്നുമല്ല എന്നെ എവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ദേശത്ത് ഇവിടുത്തെ രാജാവായി എന്നെ ദൈവം അവരോധിച്ചിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും കൃപയും മാത്രമാണ്. അതല്ലാതെ എൻ്റെ കഴിവല്ല, എൻ്റെ ശക്തിയല്ല, എൻ്റെ കഴിവല്ല എന്ന് വ്യക്തമായി വളരെ കൃത്യതയോടുകൂടി തന്നെ സോളമൻ അറിയാം. അതുകൊണ്ടാണ് സോളമൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും കർത്താവേ? ആകയാൽ നന്മയും തിന്മയും, നിങ്ങൾ ആ വാക്കൊന്ന് ശ്രദ്ധിക്കണേ, നന്മയും തിന്മയും വിവേചിച്ച് അറിയാൻ അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ. ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങി നമ്മൾ കാണുക. ഉൽപ്പത്തി പുസ്തകത്തിൽ നന്മയും തിന്മയും വേർതിരിച്ചറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം നീ കഴിക്കരുത്, ഇത് കഴിച്ചാൽ നീ ആരെ പോലെയാകും? പിശാച് പറഞ്ഞു നീ ദൈവത്തെ പോലെയാകും. കർത്താവ് പറഞ്ഞു നീ കഴിക്കരുത്, കഴിച്ചാൽ നീ മരിക്കും. അവരെങ്ങനെയായി? മരണമില്ലാത്തവരായി മാറി. അല്ലെങ്കിൽ മരണമില്ലാത്തവരല്ല, അവർ ഭൂമിയിലേക്ക് പുറന്തള്ളപ്പെട്ടു, നഗ്നരായി മാറി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇത് ദൈവത്തിന് മാത്രമേ ഈ കഴിവ് നൽകാൻ പറ്റത്തുള്ളൂ, മനുഷ്യന് പറ്റില്ല.
ഇവൻ എത്ര പഠിച്ചാലും, ഇവൻ എത്ര ഉയർന്ന ഏതൊക്കെ ഡിഗ്രി എടുത്താലും, ഏതൊക്കെ സർട്ടിഫിക്കറ്റ് അവൻ്റെ കയ്യിൽ വെച്ചാലും, എത്ര PhD, എത്ര തിയോളജി, എന്തൊക്കെ അവൻ നേടിയാലും, ഈ ഒരു വിഷയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ, കൃപയാൽ നന്മയും തിന്മയും വിവേചിച്ചറിയാൻ പറ്റണം. ഇങ്ങനെ വിവേചിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എത്ര പഠിച്ചിട്ടും എത്ര PhD ഉണ്ടായിട്ടും കാര്യമില്ല. ഇത് ദൈവത്താൽ മാത്രമേ സ്ഥാപിതമാകത്തുള്ളൂ, ദൈവത്താലേ ലഭിക്കത്തുള്ളൂ. സോളമൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ അടുത്ത വാക്യം മുതൽ 10-ാം വാക്യം മുതൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, സോളമൻ്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. അവിടുന്ന് അവനോട് അരുളി ചെയ്തു, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ. കണ്ടോ, ദീർഘായുസ്, അടുത്തത് സമ്പത്ത്, മറ്റേ മൂന്നാമത്തത് ശത്രു സംഹാരം. ഇതൊന്നും നീ ആവശ്യപ്പെട്ടില്ല. നീതി നിർവഹണത്തിന് വേണ്ടിയുള്ള വിവേകം മാത്രമാണ് നീ ആവശ്യപ്പെട്ടത്. നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിക്കുന്നു. ജ്ഞാനവും വിവേകവും, രണ്ട് കാര്യം, ഒന്ന് ജ്ഞാനം, രണ്ട് വിവേകം ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടാകില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഇതുവരെ നിനക്ക് തുല്യനായ ഒരുത്തം പോലുമില്ല, ഇനിയൊട്ട് വേറൊരുത്തം ഉണ്ടാകത്തു പോലുമില്ല. അപ്പോൾ വീണ്ടും കൺഫ്യൂഷനായി. സോളമനേക്കാൾ ജ്ഞാനം ഇനി ആർക്കും ഇല്ല, ആ സമയം വരെ ആർക്കും ഇല്ല, ഇനിയൊട്ട് ആർക്കും ഉണ്ടാകത്തില്ല. ദൈവമാണ് പ്രവചനം പറഞ്ഞിരിക്കുന്നത്, ദൈവമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് മനുഷ്യരിലാർക്കും, ഭൂമിയിലാർക്കും, നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചു, ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടാകില്ല, ഇനി ഉണ്ടാകുകയുമില്ല. മാത്രമല്ല നീ ചോദിക്കാത്തോട് ഞാൻ നിനക്ക് തരുന്നു. അതായത് പിന്നെ ജീവിതകാലം മുഴുവനുള്ള അനുഗ്രഹം ഒരുപാട് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നെപ്പോലെ ഒരുത്തരുണ്ടാവത്തില്ല, നിന്നേക്കാൾ വലിയവൻ ഇനി ഒരുത്തരുണ്ടാകത്തില്ല, യാതൊരുത്തരുണ്ടാകത്തില്ല. അവിടെയാണ് യേശു വന്നിട്ട് പറയുന്നത്, ഞാൻ സോളമനേക്കാൾ വലിയവൻ, ഞാൻ സോളമനേക്കാൾ വലിയവൻ. അപ്പൊ യേശു ഞാൻ സോളമനേക്കാൾ വലിയവൻ എന്ന് പറയുമ്പോൾ സോളമന്റെ ജ്ഞാനത്തെക്കാളും സോളമന്റെ വിവേകത്തെക്കാളും വലിയ ജ്ഞാനവും വിവേകവും ഉള്ളവനാണ് യേശു ക്രിസ്തു. യേശു തന്നെയാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. കർത്താവ് യേശു മിശിഹ വളരെ വ്യക്തമായി പറഞ്ഞു, ഞാൻ സോളമനേക്കാൾ ജ്ഞാനവും വിവേകവും ഉള്ളവനാണ്. അതായത് യേശു പച്ചയ്ക്ക് പറഞ്ഞു ഞാൻ ദൈവമാണെന്ന്. കാരണം ദൈവം തന്നെ വാഗ്ദാനം കൊടുത്തേക്ക, മനുഷ്യരിൽ ആർക്കും സോളമ നീ പേടിക്കണ്ട, നിന്നേക്കാൾ വിവേകവും ജ്ഞാനവും ഉണ്ടാവില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ, യേശു തന്നെ സോളമന് വാഗ്ദാനം കൊടുത്തപ്പോൾ അതിനേക്കാൾ ജ്ഞാനവും വിവേകവും ഉള്ളവനായി യേശു ക്രിസ്തു ഇവിടെ വന്നിരിക്കുക. കാരണം അവൻ താൻ ദൈവമാണ്, ഒന്ന്. രണ്ട്, അവൻ്റെ ജ്ഞാനവും വിവേകവും അതെന്തിനെ കുറിച്ചുള്ളതാണ്? യേശുവിൻ്റെ പ്രഘോഷണം, സുവിശേഷം, അവൻ്റെ അധരത്തിൽ നിന്നും വരുന്ന വിജ്ഞാനം ഒറ്റ കാര്യത്തിനുള്ളതാണ്. എന്ത്? നന്മയും തിന്മയും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. എടാ, രണ്ടും നിന്റെ മുമ്പിലാണ്, നിനക്ക് ഇഷ്ടമുള്ളത് വേണ്ടത് നിനക്ക് എടുക്കാം. കർത്താവ് യേശു അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നന്മയും തിന്മയും നിന്റെ മുൻപിൽ ഞാൻ വെച്ചിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. ഇത് വളരെ കൃത്യമായ പ്രവചനമാണ് യേശു പറഞ്ഞിരിക്കുന്നത്. ഇത് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. ന്യൂ ടെസ്റ്റ്മെന്റിലും ഇന്ന് മനുഷ്യന്റെ മുൻപിൽ നന്മയും തിന്മയും വെച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുള്ള നന്മ ചെയ്തവർ നന്മ ചെയ്യട്ടെ, തിന്മ ചെയ്തവർ ഇനിയും തിന്മ ചെയ്തുകൊള്ളട്ടെ, അവരെ നിങ്ങൾ നോക്കണ്ട. പക്ഷെ വചനം പറയുന്നു, ഒരുവൻ ശ്രേഷ്ഠനായി നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ സോളമനെ പോലെ ദൈവസന്നിധിയിൽ യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവസന്നിധിയിൽ ഞാൻ അയോഗ്യനാണെന്നും ദൈവം യോഗ്യനാണെന്നും അവിടുന്ന് മാത്രമാണ് യോഗ്യനെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ നേരത്തെ മത്തായി സുവിശേഷത്തിൽ വായിച്ചൊരു ക്ലബ്ബ്, ഒരു സംഭവം അവിടെ കിടക്കുന്നുണ്ട്. ഒന്ന്, നിനവേ നിവാസികളിൽ വന്ന മാറ്റം. രണ്ട്, ദക്ഷിണദേശത്തെ രാജ്ഞിക്ക് വന്ന മാറ്റം. ഈ രണ്ട് മാറ്റവും ഈ രണ്ടു പേരിലുമുണ്ട്. ഒന്ന്, യോനായിലുണ്ട് ഈ ജ്ഞാനം. കാരണം യോനായുടെ പ്രസംഗം, ജ്ഞാനത്തിലുള്ള യോനായുടെ പ്രസംഗം കേട്ട് ജനം മാനസാന്തരപ്പെട്ടു. ജനം മാനസാന്തരപ്പെടണം, ഇതാണ് യേശുവോട് ഉദ്ദേശിക്കുന്നത്. ജനം മാനസാന്തരപ്പെട്ടാലേ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവർ വ്യഭിചാരികളായി മാറും, ദുഷ്ടജനമായി മാറും. എന്നാൽ മാനസാന്തരപ്പെടുന്ന ജനതയാകട്ടെ അനുഗ്രഹിക്കപ്പെടുന്ന വിശ്വസ്തതയുള്ള ജനമായി മാറും. സോളമന്റെ വിജ്ഞാനം അതേ കാര്യം തന്നെ. സോളമന്റെ വിജ്ഞാനം കേട്ട് ഗ്രഹിച്ച് ആര്? നമ്മുടെ രാജ്ഞി, ശേബാരാജ്ഞി. രാജ്ഞിയും വിശ്വാസത്തിലേക്ക് വന്നു, വിശുദ്ധിയിലേക്ക് വന്നു, അല്ലെങ്കിൽ ഒരു അനുതാപത്തിലേക്ക് വന്നു. ദൈവികമായ ദേവാലയത്തെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്, ഒത്തിരി ദീർഘമായ കാര്യം, അതിലേക്ക് നമുക്ക് പോകാൻ സമയമില്ല, ഷോർട്ടായിട്ട് പറഞ്ഞു പോവുക. അതായത് ആ രാജ്ഞിയും മാനസാന്തരപ്പെട്ടു. അതുകൊണ്ട് വിവേകവും
വിജ്ഞാനവും നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ഒരു കഴിവാണ് ഒരു വ്യക്തിക്ക് വേണ്ടത്. ആ കഴിവിനെ കുറിച്ചാണ് യേശുവിടെ പറയുന്നത്. ഞാൻ സോളമനേക്കാൾ വലിയവൻ, ഞാൻ യോനായേക്കാൾ വലിയവൻ. യോന ചെയ്ത അത്ഭുതങ്ങളുടെ കണക്കൊന്നും എടുത്തിട്ടല്ല, യോന ചെയ്ത വലിയ 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 കാര്യങ്ങളുടെ കണക്കൊന്നും വെച്ചിട്ടല്ല യേശു പറയുന്നത് ഞാൻ യോനായേക്കാൾ വലിയവൻ എന്ന് പറയുന്നത്. യോനായുടെ മാനസാന്തരത്തെക്കാൾ, യോന പറഞ്ഞ് അതുപോലെ അക്ഷരം പ്രതി ഉടനടി ഒരു ക്വസ്റ്റ്യനും ഒരു മറുചോദ്യം പോലും ഇല്ലാതെ അക്സെപ്റ്റ് ചെയ്ത ഒരു ജനത. അതെന്തുകൊണ്ടാണ്? യോനായിലൂടെ അത്രത്തോളം ശക്തമായ സുവിശേഷമാണ് പ്രസംഗിക്കപ്പെട്ടത്, അത്രയും ശക്തമായ മാനസാന്തരത്തിന് സുവിശേഷമാണ് പ്രസംഗിക്കപ്പെട്ടത്. ആ പ്രസംഗിക്കപ്പെട്ടത് അപ്പാടെ സ്വീകരിച്ച ജനത. സോളമനിലൂടെ ദൈവജനത്തിന് മുൻപിൽ പ്രഘോഷിക്കപ്പെട്ട ദൈവത്തിന്റെ വിജ്ഞാനം, ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ അറിവ്, ദൈവികമായ ജ്ഞാനം, അത് കേട്ട് ജനം മാനസാന്തരപ്പെട്ടു, മാറി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, ഞാൻ യോന എത്ര പേരെ മാനസാന്തരപ്പെടുത്തിയോ അതിനേക്കാളധികം ഞാൻ മാനസാന്തരപ്പെടുത്തും. സോളമൻ എത്രത്തോളം ശക്തമായി ദൈവജനത്തെ സത്യത്തിലേക്ക് നയിച്ചോ അതിനേക്കാൾ ശക്തമായി ഞാൻ ദൈവത്തിൻ്റെ സത്യത്തിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കും. അതുകൊണ്ടാണ് യേശു പറയുന്നത് ഞാൻ യോനായേക്കാൾ വലിയവൻ, ഞാൻ സോളമനേക്കാൾ വലിയവൻ എന്ന് യേശുവിടെ സ്ഥാപിക്കുന്നത്, വ്യക്തമായിട്ട് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ക്രിസ്തുവിൻ്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളെങ്കിൽ നമുക്കും ഈ ജ്ഞാനമുണ്ടാവും. സോളമൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സോളമൻ ആഗ്രഹിച്ചതുപോലെ, അത് തന്നെ 1 രാജാക്കന്മാർ 8-ാം അധ്യായം 41 മുതൽ 43 വരെ വാക്യങ്ങൾ. 1 രാജാക്കന്മാർ അതിൻ്റെ 8-ാം അധ്യായം 41 മുതൽ 43 വരെ. അവിടെ സോളമൻ ദേവാലയം പണിതതിന് ശേഷം സ്വർഗത്തിലേക്ക് കരമുയർത്തി ദൈവസന്നിധിയിൽ അവൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ആലയത്തിൻ്റെ നേരെ നോക്കി ഏത് വിജാതീയനോ ഏത് ജനതയോ ഏതൊരുവനോ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ അന്യജാതിക്കാരൻ, ആ വിജാതീയൻ പോലും അനുഗ്രഹിക്കപ്പെടുന്ന തരത്തിൽ, സത്യത്തെ തിരിച്ചറിയുന്ന തരത്തിൽ അവന് ദൈവത്തെ ഭയപ്പെടാനും അങ്ങയുടെ ഭവനത്തെക്കുറിച്ച് ഗ്രഹിക്കാനും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇങ്ങനൊരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്. സോളമൻ്റെ പ്രാർത്ഥനയിലെ ആ ഒരു കണ്ടന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അതായത് അവൻ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോഴും അവൻ പ്രാർത്ഥിച്ചത് വിവേകവും ജ്ഞാനവും ലഭിക്കാൻ വേണ്ടി, നന്മയും തിന്മയും വിവേചിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അവൻ പ്രാർത്ഥിച്ചത്. ദൈവത്തിൻ്റെ വലിയ തേജസ് അവിടേക്ക് എഴുന്നള്ളി വന്നപ്പോഴും അവിടെയും ആ ദേവാലയത്തിൽ വെച്ച് സോളമൻ പ്രാർത്ഥിക്കുന്നത് ഇതേ പ്രാർത്ഥന, അല്ലെങ്കിൽ ഇതിന് സമാനമായ പ്രാർത്ഥന. വിജാതിയർ പോലും ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ കൃപയെ തിരിച്ചറിയുവാൻ. എനിക്കിതിനകത്ത് ഭയങ്കര അഭിമാനം തോന്നിയ ഒരു കാര്യമുണ്ട്. ഒരു അച്ഛൻ്റെ പേരെടുത്ത് ഞാൻ പറയാം. ഒരു ജോൺസൺ തകടിയേൽ എന്ന് പറയുന്ന ഒരു അച്ഛൻ, വയനാട്ടിൽ നിലമ്പൂർ, അദ്ദേഹം ഒരു പ്രസംഗം പ്രസംഗിച്ചു. അവിടെ സർവമത പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അച്ഛന്മാരെ വിളിച്ചു വരുത്തി ഈ കാലത്ത് ഈ ഒരു ചെറിയൊരു അഭ്യാസമുണ്ട്. അതായത് സർവമത സമ്മേളനം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തും. നമ്മുടെ അച്ഛന്മാർ പോയിട്ട് നമ്മളെല്ലാ മതങ്ങളെയും സ്നേഹിക്കണം, അതാണ് ക്രിസ്തു പഠിപ്പിച്ചത്, എല്ലാവരെയും സ്വീകരിക്കണം എന്നൊക്കെ പറയും. ഇതൊക്കെ ആയിരിക്കും ഇവർ വന്ന് പറയാൻ പോകുന്നത്. തൊട്ടപ്പുറത്ത് അടുത്ത ആൾ വന്നിട്ട്, നമ്മളെ തൊപ്പിയും മീശയില്ലാത്ത താടിയുള്ള ചേട്ടന്മാർ വന്നിട്ട്, അവർ വന്നിട്ട് അവരുടെ മതത്തിൻ്റെ കുറേ കാര്യങ്ങൾ മാത്രം പറയും. അവിടെ അല്ലാതെ വേറൊന്നും ക്രിസ്തുവിനെ കുറിച്ചോ ക്രിസ്ത്യാനിനെ കുറിച്ചോ മറ്റു മതങ്ങളെക്കുറിച്ചോ ഒന്നും പറയാനൊന്നും പോകുന്നില്ല. എന്നിട്ട് അതിൻ്റെ ശ്രേഷ്ഠതയെ പറയും. അല്ലെങ്കിൽ ഞങ്ങളുടെ പുസ്തകത്തിൽ മറിയത്തെക്കുറിച്ച് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ അച്ഛന്മാർ ചെല്ലുന്നത് പ്രമാണിച്ച് കുറേ ക്രിസ്ത്യാനികളും കുറേ ഹിന്ദുക്കളും കുറേ ആളുകളൊക്കെ വരും. ഇങ്ങനെ വന്നിട്ട് ഇത് അവസാനമായിരിക്കും അവരുടെ പ്രസംഗം. ആദ്യം അച്ഛന്മാർക്ക് മുൻഗണന കൊടുക്കും. അച്ഛൻ പറയച്ചാ, അച്ഛൻ പോയിട്ട് യേശുവിൻ്റെ സ്നേഹം, നമ്മളെല്ലാവരെയും സ്നേഹിക്കണം, ഓണപ്പൂക്കളത്തെ സ്നേഹിക്കണം, മാവേലിയെ സ്നേഹിക്കണം, അസൂരനെ സ്നേഹിക്കണം, ചെകുത്താനെ സ്നേഹിക്കണം, എല്ലാവരെയും നമ്മൾ മാനസാന്തരപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പ്രസംഗിച്ച് ഇറങ്ങി പോരും. ഇത് കഴിയുമ്പോൾ മറ്റവൻ കയറിയിട്ട് നല്ല വെട്ടും നല്ല കുത്തും നല്ല നല്ല കീറും കയറിയിട്ട് തിരിച്ചിറങ്ങിപ്പോരും. ഇത് ഒരിടക്കാലം മുഴുവൻ നടന്ന കാര്യമാണ്. അതായത് സ്നേഹ സംവാദം എന്നൊക്കെ പറഞ്ഞാൽ വിളിച്ചു കൊണ്ടുപോകുന്നത്. പക്ഷേ സംവാദമൊന്നുമല്ല, വൺ സൈഡ് ആയിരിക്കും അടി. ഈ ജോൺസൺ അച്ഛനെ മലപ്പുറത്തൊരു സ്ഥലത്ത് ഇതുപോലെ വിളിച്ചു വരുത്തി. അത് വിളിച്ചു വരുത്തി ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ തൊപ്പിയുള്ള ചേട്ടന്മാരെ വിളിച്ചു വരുത്തി. ജോൺസൺ അച്ഛനെ കൊടുത്തത് 40 മിനിറ്റ് എങ്ങാണ്ടാണ്. അച്ഛൻ നല്ല അന്തസ്സായിട്ട് നല്ല കൃത്യമായി യേശു ഏകരക്ഷകൻ, ഏക സത്യ ദൈവം കർത്താവായ യേശു ക്രിസ്തു മാത്രം, മറ്റൊരു ദൈവമില്ല, മറ്റ് ഒന്നിലും നിനക്ക് പ്രത്യാശ അർപ്പിച്ചിട്ട് കാര്യമില്ല
യേശു പറഞ്ഞത് സർവരെയും സ്നേഹിക്കാനാ. പക്ഷേ അതേ യേശു അല്ലാതെ മറ്റൊരു ദൈവമേ ഇല്ല. ഇവിടെ മതസൗഹാർദ്ദമല്ല വേണ്ടത്, മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത്. എല്ലാ മനുഷ്യരെയും ഞങ്ങൾ സ്നേഹിക്കുന്നു, എല്ലാ മതത്തെയും ഞങ്ങൾ സ്നേഹിക്കുന്നു, എല്ലാവരോടും ഞങ്ങൾക്ക് ബഹുമാനമേ ഉള്ളൂ. പക്ഷേ കർത്താവ് പഠിപ്പിച്ച പ്രിൻസിപ്പിൾ അല്ലാതെ മറ്റൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് പരസ്യമായി കിട്ടിയ സമയം നല്ല വ്യക്തമായി വൃത്തിയായി ക്രിസ്തുവിനെ ഞങ്ങൾ പ്രഘോഷിച്ചു. മറ്റന്മാർ കയറിയിട്ട് ഇനി എന്ത് കൗണ്ടർ ചെയ്തിട്ട് എന്ത് കാര്യം, എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? കാരണം അതും അതായത് പ്രസംഗിച്ചിട്ട് താഴോട്ട് ഇറങ്ങുമ്പോൾ തപ്പി നോക്കണം, തലയുണ്ടോ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, സാധനം എവിടെയാത് പറയണ്ട, മലപ്പുറത്ത്. ആ മലപ്പുറത്താണ് ഇത് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കണം. അതായത് നോ കോംപ്രമൈസ്. ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയൊരു വ്യക്തി നിലവേ പോയിട്ട് യോന അഡ്ജസ്റ്റ്മെൻറ്റ് പ്രസംഗമൊന്നും പ്രസംഗിച്ചില്ല. ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, ഉള്ളതുപോലെയാണ് പ്രസംഗിച്ചിട്ട് പോരുക. കർത്താവ് യേശുമിശിഹാ അത് തന്നെയായിരുന്നു. ഫരിസേയരെ കണ്ടപ്പോൾ, ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് പറക്കണ പരിപാടിയൊന്നും കർത്താവിനില്ല. ഫരിസേയരെ കണ്ടു, ഫരിസേയരാണ്, അയ്യോ നിയമജ്ഞരാണ്, വണങ്ങണം, അല്ലെങ്കിൽ അവരോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പറയണം. ഒരു കോംപ്രമൈസും ഇല്ല. നിങ്ങൾ വാക്ക് വായിച്ചല്ലോ, ആഡൾട്ടറസ്, വ്യഭിചാരികളെന്നാണ് വിളിച്ചത്. അവിശ്വസ്തരെന്ന് നമുക്കിപ്പോൾ ഒന്ന് മോടി പിടിപ്പിച്ച് പറയാമെങ്കിലും, എടാ നിന്നെയൊക്കെ ആത്മീയ വ്യഭിചാരിനെ വിളിക്കാൻ കൊള്ളത്തുള്ളൂ എന്ന് കർത്താവ് പറഞ്ഞ്. നീയൊക്കെയാണ് ഈ അടയാളം അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്, നീയൊക്കെയാണ് ഈ സാക്ഷ്യം കാണാൻ വേണ്ടി നടക്കുന്നത്, അടയാളം പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അതിൻ്റെ അപ്പുറത്തോട്ട് നിനക്കൊരു അടയാളം തരാനില്ല. യോനായുടെ അടയാളമല്ലാതെ, സോളമൻ്റെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നിനക്ക് തരാനില്ല എന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ വ്യക്തമായി പറഞ്ഞു വയ്ക്കുക. ഹല്ലേലൂയ. അതായത് ഒരു കോംപ്രമൈസ് ഇല്ല. നമ്മൾ മലാക്കി പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ നമ്മൾ വായിച്ച, മലാക്കിയുടെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 7-8 വാക്യം. പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം, ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം. അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ്, എന്നാൽ നിങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു. നിങ്ങളുടെ ഉപദേശം അനേകരുടെ ഇടർച്ചയ്ക്ക് കാരണമായി. നിങ്ങൾ ലേവിയുടെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. നമ്മൾ ശ്രദ്ധിക്കണേ, ഇവിടെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങൾ എവിടെയാണ് വിജ്ഞാനം അന്വേഷിച്ച് ചെല്ലേണ്ടത്? എവിടെയാണ് ഒരു സംശയം ചോദിച്ച് ചെല്ലേണ്ടത്? പുരോഹിതൻ്റെ അടുത്ത്. കാരണം പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം. അവൻ്റെ അധരത്തിൽ നിന്നും ജ്ഞാനത്തിൻ്റെ ബഹിർസ്ഫുരണങ്ങളാണ് വരേണ്ടത്. അവൻ അധരം തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പാടുകൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ പുരോഹിതർക്ക് ഇപ്പോൾ കഥ പറയാനേ നേരമുള്ളൂ. ഞാനാണെങ്കിൽ കല്യാണത്തിൻ്റെ വർക്കിന് പോകുമ്പോൾ കേട്ട് മടുത്തൊരു കഥയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മണ്ണാങ്കട്ടയും കരിയിലയും. നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടോ? ഒരിക്കലൊരു മണ്ണാങ്കട്ട ഉണ്ടായിരുന്നു, കരിയിലുണ്ടായിരുന്നു. ഒരു 2 പേരും കൂടി യാത്ര പോയി. അപ്പോൾ ഒരു മഴ വന്നു, കാറ്റ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കഥ കേട്ടിട്ടുണ്ടോ? ഇനി ആ കഥ പറഞ്ഞ് ഞാനിനി ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ പൊന്നോ, ഞാൻ ആ പള്ളിയിൽ എന്ന് കല്യാണത്തിന് വർക്കിന് ചെന്നാലും ഞാൻ വിചാരിക്കും, ഇന്ന് ഞാൻ ഈ കഥ തന്നെ കേൾക്കണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും കൊച്ചച്ഛനായിരിക്കും പ്രസംഗം പറയുന്നത്. അപ്പോൾ ഞാൻ ആശ്വാസമായി, ഇന്നെന്തായാലും മണ്ണാങ്കട്ടയില്ല, കരിയിലില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കൊച്ചച്ഛൻ വേറെ ഏതെങ്കിലും പുരാണ കഥയൊക്കെ എടുത്തുകൊണ്ടായിരിക്കും ഇൻട്രോ അടിക്കുന്നത്. ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവിക രഹസ്യങ്ങളുടെ ജ്ഞാനം പുരോഹിതർ അധരത്തിൽ സൂക്ഷിക്കണം എന്ന് ദൈവം പറയുക. നമുക്കിപ്പോഴും PhD കിടക്കുന്നത് രാമായണത്തിലും മഹാഭാരതത്തിലും ആണ് കൂടുതലും നമ്മുടെ അച്ഛന്മാർക്ക്. ഇവർ മൊത്തത്തിൽ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് മറ്റു പലതിലുമാണ്. അപ്പോൾ ഇവർ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു വാദം തുറന്നതല്ലേ വരത്തുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് വരാൻ ഞാനത് മോശമാണെന്നല്ല. പക്ഷേ എന്തിനു വേണ്ടി ദൈവവചനത്തിൽ ഒരു കാര്യം ഇവർക്ക് ഇപ്പം നമ്മളിപ്പോൾ വചനം പറയാനായിട്ട് എന്തൊക്കെ ഉദാഹരണം ഉപയോഗിച്ചു? സോളമനെ എടുത്തു, യോനായി എടുത്തു. ഇത്രയും കാര്യം പറഞ്ഞാൽ കർത്താവ് പറഞ്ഞ കാര്യം അവിടെ വളരെ ക്ലിയറായിട്ട് നമുക്ക് പറയാൻ പറ്റും. യേശു ഉദ്ദേശിച്ച കാര്യം എന്താണ്? ഞാൻ ആത്മീയ വ്യഭിചാരിയാണോ? അതെയോ ഞാൻ ക്രിസ്തുവിനെ വിശ്വസിക്കുകയും ദൈവിക ജ്ഞാനം ആഗ്രഹിച്ച് ദൈവവചനം വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവനാണോ? അല്ലെ അടയാളം തേടി പോകുന്നവനാണോ? അതെ ദൈവവചനം തന്നെ ജ്ഞാനം സ്വീകരിച്ച് സ്വർഗരാജ്യത്തെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്നവനാണോ ഞാൻ? അതെയോ ലോകത്തിൻ്റെ പിന്നാലെ പോകുന്നവനാണോ? യേശു എന്തുകൊണ്ടാണ് യോനായേക്കാൾ വലിയവനെന്നും സോളമനേക്കാൾ വലിയവനെന്നും എന്ന് യേശു പറഞ്ഞത്? അത് കർത്താവ് പറഞ്ഞതിൻ്റെ കാരണം, നീ ഉൽപ്പത്തി മുതൽ വായിച്ചാലേ നിനക്ക് മനസ്സിലാവത്തുള്ളൂ. ഉൽപ്പത്തി കിടക്കുകയാണത്. നന്മയും തിന്മയും നിന്റെ മുമ്പിലിരിക്കുക, നിനക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. നീ എന്ത് സ്വീകരിക്കുന്നു എന്നനുസരിച്ചിരിക്കും നിന്റെ മാനസാന്തരം. അങ്ങനെ മാനസാന്തരപ്പെടുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ആയി നീ മാറുന്നത്.
അപ്പം നമ്മൾ ദൈവവചനം ശ്രവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഞാൻ വിജ്ഞാനത്തിൻ്റെ വചനമാണോ വിവേകത്തിൻ്റെ വചനമാണോ? അങ്ങനെയുള്ള വചനം സ്വീകരിക്കുമ്പോൾ ഞാൻ വിശ്വസ്ത തലമുറയാകും, ഞാൻ അവിശ്വസ്തനാകത്തില്ല. ഞാൻ വിശുദ്ധ തലമുറയാകും, ഞാൻ ദുഷിച്ച തലമുറയാകത്തില്ല. ഞാൻ അവിശ്വസ്തനാകത്തില്ല, ഞാൻ വ്യഭിചാരിയാകത്തില്ല, ഞാൻ ക്രിസ്തുവിൻ്റെ ആയി മാറും. അതല്ല, നേരെ തിരിച്ചും മാറിപ്പോകും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്നത്. നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മൾ കൂടെ പ്രാർത്ഥിക്കണം. നമ്മുടെ പുരോഹിതർ സോളമൻ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവെ ഈ ജനത്തെ നയിക്കാൻ തക്കവണ്ണം നമ്മളെ പ്രാർത്ഥന കുറവുണ്ടെന്നേ, നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ജനത്തിന് വേണ്ടി, ഈ വിശ്വാസികൾക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി, ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ഈ ക്രിസ്തീയ സമൂഹം ഇന്ന് നശിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിജ്ഞാനവും വിവേകവുമുള്ള നേതാക്കന്മാർ നമുക്കില്ലാതെ പോയി. നമ്മളെ ഭരിക്കേണ്ടി വരുന്ന, നമ്മളെ നയിക്കേണ്ട ആത്മീയ ശുശ്രൂഷകർ നമുക്കില്ലാതെ പോയി. നമ്മളെ പ്രാർത്ഥിക്കേണ്ടത് അവർക്ക് വേണ്ടി. അവർ പ്രാർത്ഥിക്കുന്നു നമ്മൾ വിചാരിക്കേണ്ട സോളമൻ പ്രാർത്ഥിച്ചതുപോലെ എളിയ മനസ്സോടുകൂടെ ഒരു പക്ഷേ അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. നമ്മൾ പ്രാർത്ഥിക്കണം, പുതിയ തലമുറ, പുതിയ പുരോഹിതവർഗം, പുതിയ നേതാക്കന്മാർ, പുതിയ എല്ലാ കർത്തൃദാസന്മാർ, സുവിശേഷകർ, പാസ്റ്റർമാർ, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്ന എല്ലാവരും, കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുന്ന ഓരോ വ്യക്തിയും ദൈവവചനത്തിൽ ആഴപ്പെട്ട സത്യത്തെക്കുറിച്ചും മിഥ്യയെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിയുന്ന, നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയുന്ന ദൈവിക വിജ്ഞാനമുള്ള വ്യക്തികളായി, അതരത്തിൽ ജ്ഞാനം സൂക്ഷിക്കുന്നവരായി മാറുവാൻ നമ്മളാണ് പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ നമ്മുടെ ശുശ്രൂഷകർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ലീഡേഴ്സിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓരോരുത്തർക്കും വേണ്ടി ദൈവവചനം കൈകാര്യം ചെയ്യുന്ന ഒരുവൻ പോലും വീണു പോകരുത്, ഒരൊറ്റ വ്യക്തി പോലും വീണു പോകരുത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ലോകത്തിലെ ഏറ്റവും ജ്ഞാനമുള്ള വ്യക്തിയാണ് സോളമൻ. ശേബാരാജ്ഞി കുറേ സമ്പത്ത് കൊണ്ടു കൊടുത്തു, കുറേ സുഗന്ധതൈലം കൊണ്ടു കൊടുത്തു. എന്നാൽ ദൈവവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ അവസാനം നമുക്ക് കാണാം, സോളമൻ പോലും വഴിതെറ്റിപ്പോയി. എല്ലാ ജ്ഞാനം ഉണ്ടായിരുന്നിട്ടും, സകല അറിവും ഉണ്ടായിരുന്നിട്ടും, സകലതും ഉണ്ടായിരുന്നിട്ടും അവനെ ധനമോഹം അവനെ പാപിയാക്കി മാറ്റി, തിന്മയുള്ളവനാക്കി മാറ്റി, വലിയ തിന്മയിലേക്ക് അവനെ നയിച്ചു. ജ്ഞാനത്തിൻ്റെ വലിയ മേഖലയിൽ അവൻ കഴിഞ്ഞിട്ടും അവൻ തകർന്നുപോയി, തരിപ്പണമായിപ്പോയി. സമ്പത്ത്, പണം, ധനമോഹമാണ് സകല തിന്മയ്ക്കും അടിസ്ഥാനമെന്ന് ദൈവത്തിൻ്റെ വചനം വെറുതെ അല്ല പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞത്. കാരണം ആ കാര്യം അറിയാവുന്ന പൗലോസ് അപ്പസ്തോലനാ. നിങ്ങൾ അപ്പസ്തോലനെ നോക്കുക. അപ്പസ്തോലൻ സാവൂൾ എന്ന വ്യക്തിയായിരുന്നപ്പം ഗമാലിൻ്റെ കീഴിൽ ജ്ഞാനം പഠിച്ചവനാ, നന്മയും തിന്മയും തിരിച്ചറിഞ്ഞവനാ. പക്ഷേ പൗലോസ് അപ്പസ്തോലൻ തന്നെ പറയാണ്, ഞാൻ തീഷ്ണതയുള്ളവനായിരുന്നു, പക്ഷെ സത്യം എനിക്ക് ഗ്രഹിക്കാൻ പറ്റിയില്ല, സത്യം എൻ്റെ കർത്താവ് എനിക്ക് ഗ്രഹിപ്പിച്ചു തന്നു, അപ്പോഴേ ഞാൻ പഠിച്ചോളൂ. അതിനുശേഷം പൗലോസിനെ കുറിച്ച് പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുകയാണ്, അവൻ്റെ അനേകമായ ദൈവിക വിജ്ഞാനത്താൽ അവൻ അനേകം ലേഖനങ്ങൾ എഴുതി. 2 പത്രോസ് തൻ്റെ അവസാനത്തിൽ, ലേഖനത്തിൻ്റെ അവസാനം പൗലോസിൻ്റെ വിജ്ഞാനത്തെക്കുറിച്ച് പറയുക. വലിയ വിജ്ഞാനിയായി പൗലോസിനെ കുറിച്ച് പത്രോസ് സാക്ഷ്യപ്പെടുത്തുകയാണ്. കാരണം അത്രത്തോളം വിജ്ഞാനം, ദൈവിക വിജ്ഞാനം പൗലോസിൽ വന്നു. പക്ഷേ ആ ദൈവിക വിജ്ഞാനം പൗലോസിൽ വന്നപ്പോൾ, പൗലോസിൽ ദൈവിക വിജ്ഞാനം നിറഞ്ഞപ്പോൾ, അതിനു മുമ്പ് പൗലോസ് സമ്പത്ത് കൊണ്ട് കുമിഞ്ഞുകൂടിയ വ്യക്തിയായിരുന്നു, വലിയ സമ്പത്തുള്ള ആളായിരുന്നു, വലിയ വലിയ കാര്യങ്ങളായിരുന്നു പൗലോസിന് അറിയാവുന്നതും ചെയ്യാവുന്നതും പ്രവർത്തിക്കാൻ പറ്റിയതും. പക്ഷേ ദൈവിക വിജ്ഞാനം അവനിലേക്ക് വന്ന് എൻ്റെ അവസാനം വന്ന് നോക്കുമ്പോൾ പൗലോസ് പറയുന്നത്, അല്ലയോ തിമോത്തിയോസേ, നീ വരുമ്പോൾ എൻ്റെ ആ പുസ്തക ചുരുളും ആ കമ്പിളിപ്പുതപ്പ് ഒന്ന് കൊണ്ടുവരാൻ നീ ശ്രദ്ധിക്കണം. ഇവിടെ ഇത്തിരി തണുപ്പ് കൂടുതലാണ്, വേറൊന്നുമില്ല. ആ കമ്പിളിപ്പുതപ്പേ, വേറൊരെണ്ണം വാങ്ങാൻ പോലും ഈ പാവത്തിന് വഴിയില്ല. ആ കമ്പിളിപ്പുതപ്പും ആ പുസ്തക ചുരുളും നീ ഇങ്ങോട്ട് കൊണ്ടുവരണം, അതെനിക്ക് വിലപ്പെട്ടതാണ്, എനിക്ക് അത്യാവശ്യമാണ്. അത്രത്തോളം താഴോട്ട് കൂടാരപ്പണി ചെയ്ത് ജീവിക്കുന്ന തരത്തിൽ, സ്വന്തം നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുന്ന രീതിയിൽ, ആ നെറ്റിയിൽ വിയർപ്പൊഴുക്കാത്തവൻ അപ്പം ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന തരത്തിൽ പൗലോസിൻ്റെ വിജ്ഞാനം അത്രത്തോളം സ്വർഗീയമായി മാറി. കാരണം അത് സോളമനെ പോലെ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന തന്നെ പൗലോസും പ്രാർത്ഥിച്ചു. മാത്രമല്ല, ധനാഗമ മാർഗമല്ല സുവിശേഷ പ്രഘോഷണം, പണമുണ്ടാക്കലല്ല സുവിശേഷം, നേർച്ചപ്പെട്ടി വെക്കലല്ല സുവിശേഷം, പള്ളി പണിയലല്ല സുവിശേഷം, ശ്രേഷ്ഠമായ വലിയ കൊട്ടാരങ്ങളും കെട്ടിടങ്ങളും പണിയലല്ല സുവിശേഷം എന്ന് തിരിച്ചറിഞ്ഞ പൗലോസ് ദൈവിക വിജ്ഞാനത്താൽ തനിക്കുള്ളതെല്ലാം സകലതും ഉച്ഛിഷ്ടമായി കരുതി പകരം ക്രിസ്തുവിൻ്റെ വിജ്ഞാനം, കർത്താവായ യേശു ക്രിസ്തു വരുന്ന സ്വർഗീയ വിജ്ഞാനം, അത് ശ്രേഷ്ഠമായി കരുതി അതിന് മാത്രം മുൻകൈ എടുത്തു, അതിന് മാത്രം മുൻതൂക്കം കൊടുത്തു. അത് ശ്രേഷ്ഠമായി കരുതിയപ്പോൾ ദൈവം അവനെ ഉയർത്തി, ദൈവത്തിൻ്റെ അനുഗ്രഹം അവൻ്റെ മേൽ വന്നു.
നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവെ, എല്ലാ ശുശ്രൂഷകരെയും, എല്ലാ ദൈവദാസന്മാരെയും, എല്ലാ പുരോഹിതരെയും, എല്ലാ നേതാക്കന്മാരെയും കർത്താവിൻ്റെ ജ്ഞാനത്തിലും ദൈവിക വിജ്ഞാനത്തിലും അവിടുന്ന് വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മയെക്കുറിച്ച് തിന്മയെക്കുറിച്ച് തിരിച്ചറിയുവാൻ, തിന്മ വരുമ്പോൾ അതിൻ്റെ മൂടുപടത്തെ മനസ്സിലാക്കുവാൻ, ഒരു വേട്ടപ്പട്ടിയെ പോലെ, ഒരു ചെന്നായെ പോലെ, കഴുത്തറക്കാൻ വരുന്ന ആടുകളുടെ വേഷമണിഞ്ഞ ചെന്നായെ പോലെ വരുമ്പോൾ അത് തിന്മയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിന്മയെ ദൈവവചനമാകുന്ന വാളുകൊണ്ട് ചെറുക്കുവാൻ കർത്താവിൻ്റെ ഹൃദയം ഞങ്ങളുടെ മേൽ, അവിടുത്തെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സുവിശേഷം കേൾക്കുന്ന, ഈ വചനം കേൾക്കുന്ന, ഇന്ന് ഈ വചനം കേട്ട ഓരോ വ്യക്തികളിലേക്കും കർത്താവിൻ്റെ സ്വർഗീയ ജ്ഞാനം കടന്നു വരട്ടെ. സോളമൻ പ്രാർത്ഥിച്ചതുപോലെ കർത്താവ്, ഈ ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മയും തിന്മയും വിവേചിച്ചറിയുവാൻ കർത്താവ്, ഈ കാലത്ത് എല്ലാ കാലവും കർത്താവിൻ്റെ വരവിങ്ങനെ അടുത്തു വരുമ്പോൾ കർത്താവെ, ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നന്മയെ മനസ്സിലാക്കുവാൻ, തിന്മയെ തിരിച്ചറിയുവാൻ, രണ്ടിനും ഒരേ മുഖമാണ്, ഒരേ രൂപമാണ്. എന്നാൽ നന്മ ഏതെന്നും തിന്മ ഏതെന്നും തിരിച്ചറിയുവാനുള്ള ഒരു സ്വർഗീയ വിവേകം ഞങ്ങൾക്ക് നൽകുവാൻ കർത്താവെ അവിടുന്ന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവിടുത്തെ സ്വർഗീയ ജ്ഞാനം നൽകണമേ. സോളമനെ പോലെ വിജ്ഞാനിയായി ഞങ്ങളെ മാറ്റണമേ. യോനായെ പോലെ വിജ്ഞാനമുള്ള സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തമായ കരം പൗലോസിൻ്റെ മേൽ പ്രവർത്തിച്ചപ്പോൾ അതുപോലെ ഞങ്ങളുടെ മേലും പ്രവർത്തിക്കുവാൻ, സ്വർഗീയ വിജ്ഞാനം ഞങ്ങളുടെ മേൽ കടന്നു വരുവാൻ എൻ്റെ ദൈവം പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. You know it's not the same as you